ചൈനയുമായുള്ള മാൽദ്വീപിന്റെ രഹസ്യ ഇടപാട് തിരിച്ചടിയായി. ഇന്ത്യ നൽകുന്ന സാമ്പത്തിക സഹായം നൽകണോ എന്നതിൽ പുനരാലോചിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം ഇതോടെ കൂടുതൽ വഷളാകാനാണ് സാധ്യതയും. ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി മാൽദ്വീപ് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഹായം നൽകുന്നതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നത്. നിലവിൽ മാൽദ്വീപിന്റെ പ്രതിസന്ധി മറികടക്കാൻ വലിയ സഹായങ്ങളാണ് ഇന്ത്യ നൽകി വരുന്നത്. എന്നാൽ ചൈനയുമായുള്ള മാൽദ്വീപിന്റെ ബന്ധം ഇതിനെ പ്രതികൂലമായി ബാധിക്കും. ഇതേ തുടർന്നാണ് പുനരാലോചിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതും. പലപ്പോഴും മാൽദ്വീപിന്റെ നയങ്ങളോട് ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യൂനിസിന്റെ അഭ്യർത്ഥന പ്രകാരം $50 ബില്യൺ ട്രഷറി ബില്ലിന്റെ റോൾ ഓവർ ഇന്ത്യ ഒരു വർഷത്തേക്ക് നീട്ടിയിരുന്നു മാൽദ്വീപിനെ സഹായിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മാൽദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിപ്പ് പുറപ്പെടുവിച്ചതും. ഇതിനു പുറമെ മറ്റ് സാമ്പത്തിക സഹായവും രാജ്യത്തിന് ഇന്ത്യ നൽകിയിരുന്നു. ഇതിൽ $400 ബില്യൺ കറൻസി സ്വാപ്പ് ഡീലും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ അമേരിക്കൻ ഡോളറിന് പകരം പ്രാദേശിക കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുവാനും അനുവാദം നൽകിയിരുന്നു. എന്നാൽ ചൈനയുടെ ഇടപെടൽ മൂലം ഈ സഹായങ്ങൾ ഫലം കാണില്ല. മാത്രവുമല്ല, കടുത്ത വരുമാന നഷ്ടവും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാൽദ്വീപും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറിലൂടെ പ്രതിവർഷം ഏകദേശം $30 മുതൽ $40 ബില്യൺ വരെ മാൽദ്വീപിന് കസ്റ്റംസ് ഫീസായി നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ചൈനയ്ക്കൊപ്പം തന്നെ തുർക്കിയുമായും സമാന കരാർ ഒപ്പിടാൻ ആലോചിക്കുകയാണ് മാൽദ്വീപ്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് മാൽദ്വീപിന് ഉണ്ടാക്കുക. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം നിരന്തരം മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന മാൽദ്വീപിന് കൈത്താങ്ങായി ഭാരതം നിലകൊണ്ടിട്ടേയുള്ളൂ. കഴിഞ്ഞ വർഷവും നിത്യോപയോഗ സാധനങ്ങളുടെ ക്ഷാമം കാരണം മാൽദ്വീപ് അത് അനുഭവപ്പെട്ടപ്പോഴും അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മാൽദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. അരി, ഗോതമ്പ്, പഞ്ചസാര, പരിപ്പ്, മുട്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവ മാൽദ്വീപിന് നൽകിയിരുന്നു. രാജ്യത്ത് വില നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ ചെയ്തിരുന്നു. എങ്കിലും മാൽദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ച് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തു. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മുയിസു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാൽദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലല്ലായിരുന്നു. ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുമായാണ് മൊയ്സു അധികാരത്തിലെത്തിയതും. എന്നാൽ ഇപ്പോൾ മൊയ്സുവിന് പഴയ ആ ഒരു ജനപ്രീതി ഇല്ല എന്നതാണ് വാസ്തവം. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തിരിച്ചടിയാവുകയും ചെയ്യുകയാണ്. അതേസമയം ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഇടയാക്കിയ മാൽദ്വീപ് അവിടെ നിന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിച്ച 8 മാസങ്ങൾക്ക് ശേഷമാണ് മാൽദ്വീപ് മന്ത്രി ന്യൂഡൽഹി സന്ദർശനം നടത്തിയതും. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ സമൂഹത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് അതുൾപ്പെടെയുള്ള ഉന്നതതല ചർച്ചകൾക്കായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മാൽദ്വീപ് പ്രതിരോധ മന്ത്രിയായ മുഹമ്മദ് ഖാസിൻ ഇരുവരുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ മാൽദ്വീപുമായുള്ള പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ സന്നദ്ധത രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഉഭയകക്ഷി പ്രതിരോധത്തിന്റെയും സുരക്ഷാ സഹകരണത്തിന്റെയും എല്ലാ വശങ്ങളും ഇരു മന്ത്രിമാരും വിശദമായി തന്നെ അവലോകനവും ചെയ്തിരുന്നു. ഇന്ത്യ മാൽദ്വീപ് സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായുള്ള സംയുക്ത കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ അടുത്ത പ്രവർത്തനങ്ങളുടെ പ്രതിബദ്ധത ചർച്ചയിൽ ഇരുപക്ഷവും പുനഃസ്ഥാപിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. മാൽദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു മാസങ്ങളായി മാൽദ്വീപ് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റായ മുഹമ്മദ് മുയിസു തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ വിരുദ്ധ ചൈന അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ഉലഞ്ഞിരുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് ഒരു ദിവസം കഴിഞ്ഞ് സിവിൽ സഹായത്തിനായി മാൽദ്വീപിലുള്ള എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിക്കണമെന്ന് മുയിസു അന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.